Eighth chapter is Toto ke Karname. Deeds of a monkey. Monkey's name is Toto. Okay, Toto ke Karname. So इस पाठ से हम सीखते हैं जानवर भी मनुष्यों की तरह ही प्रेम और अपनापन चाहते हैं. उन्हें भी दोस्त दुश्मन की पहचान होती है. स्वयं को बचाने के लिए कभी कभी आक्रामक भी हो जाते हैं. വേ ഹംസെ അച്ഛേ വ്യവഹാർ കി ഉമ്മീദ് കർത്തെ ഹെ. അതായത് നമ്മൾ മൃഗങ്ങളോട് സ്നേഹത്തോടെ വേണം പെരുമാറാൻ. അവയ്ക്ക് എന്താ പറയുക, നമ്മെ പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ സ്നേഹവും ഒക്കെ വേണമല്ലോ അല്ലേ. നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് സ്നേഹം വേണം, നമ്മുടെ ടീച്ചേഴ്സിൽ നിന്ന് വേണം, എല്ലാവരിൽ നിന്നും നമ്മളെ സ്നേഹിക്കുന്നതാണ് നമുക്കിഷ്ടം അല്ലേ. അതേപോലെ തന്നെ മൃഗങ്ങൾക്കും അവരെ എല്ലാവരും സ്നേഹിക്കണമെന്ന് അവരും ആഗ്രഹിക്കുന്നു അല്ലേ. ഇനി അവയ്ക്ക് ശത്രുക്കൾ ഏത് മിത്രങ്ങൾ ഏതെന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവർ ആക്രമണങ്ങളും നടത്തും. അപ്പോൾ അവർ നമ്മിൽ നിന്ന് നല്ല പെരുമാറ്റം നമ്മൾ അവരോട് നല്ല രീതിയിൽ വേണം ബിഹേവ് ചെയ്യാൻ എന്നാണ് പറയുന്നത് കേട്ടോ. സോ മൈ ഡിയേഴ്സ്, നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ് ദേഖിയേ. पहला अनुच्छेद, पैराग्राफ अनुच्छेद. ओके, पहला अनुच्छेद देखिए. एक दिन दादाजी तांगे वाले से 5 रुपये में टोटो को खरीद लाए. तांगे वाला इस छोटे लाल बंदर को टट्टू के चारे पानी की हौद से बांध कर रखता था. बंदर बहुत ही उदास दिखाई दे रहा था. दादा ने उसे घर लाने का फैसला किया, जबकि घर में पहले से ही बहुत से पालतू जानवर थे. ഓക്കെ മൈ ഡിയേഴ്സ്, ഒരു ദിവസം ഗ്രാൻഡ് പേ ആണ്. താങ്കെ വാലെ മീൻസ് ഈ പിക്ചേഴ്സൊക്കെ വിൽക്കുന്ന ആളാണ് കേട്ടോ. പഴയ പിക്ചേഴ്സ് പെയിൻറ്റിങ്സൊക്കെ വിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 5 രൂപ കൊടുത്തിട്ടാണ് നമ്മളെ ടോട്ടോയെ വാങ്ങിക്കൊണ്ട് വന്നത്. ഓക്കെ, तांगे वाला इस छोटे लाल बंदर को टट्टू के चारे पानी के हौद से बांध कर रखता था. അതായത് ഈ താങ്കെ വാല, ഈ പേഴ്സൺ ഈ കുരങ്ങനെ, ചുവന്ന കുരങ്ങൻ, ലാൽ ബന്ദർ മീൻസ് ചുവന്ന കുരങ്ങാണ് കേട്ടോ. ലാൽ ബന്ദർ അങ്ങനെ ഒരു ടൈപ്പ് കുരങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. സോ ഈ കുരങ്ങൻ്റെ നമ്മുടെ ടോട്ടോ, നമ്മുടെ പാഠത്തിൽ പറയുന്ന കുരങ്ങൻ്റെ പേര് ടോട്ടോ എന്നാണ്. ടോട്ടോയുടെ കളർ ഇവിടെ റെഡായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഒരു ചാര കളറായിരിക്കും മങ്കീസിൻ്റെ കളറ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ടോട്ടോയെ ടെട്ടു എന്ന് പറയുന്ന ആളുടെ ഒരു ടാങ്കിൽ കെട്ടിയിട്ടിട്ടാണ് വളർത്തിയിരുന്നത്. ഓക്കെ, ടാങ്കിൽ വെള്ളം ഒക്കെ നിറയ്ക്കുന്ന ടാങ്കിൽ കെട്ടിയിട്ടിട്ടാണ് ഇതിനെ വളർത്തിയിരുന്നത്. ബന്ദർ ബഹുത്ത് ഹി ഉദാസ് ദിക്കായി ദേ രഹാദ. അതുകൊണ്ട് തന്നെ ഈ കുരങ്ങനെ കാണുമ്പോൾ എന്താ, വളരെ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുക. ദാദാ ने उसे घर लाने का फैसला किया. അങ്ങനെ ദാദാജി അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുകയായിരുന്നു കേട്ടോ. ജബ്കി घर में पहले से ही बहुत से पालतू जानवर थे. വീട്ടിൽ ആദ്യമൊക്കെ ഒരുപാട് വളർത്തുമൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. ടോട്ടോ ബഹുത് സുന്ദർദ. നമ്മുടെ ടോട്ടോൻ്റെ വിശേഷത, സ്പെഷ്യാലിറ്റി ഓഫ് അവർ ടോട്ടോ എന്താ, ആള് സൂപ്പറാണ് അല്ലേ, ആള് സുന്ദരനാണ്. ഉസ്കി ചംകീലി ആങ്കോ മേം ശൈതാനി പരിരത്തിതി. അവൻ്റെ ആ തിളങ്ങുന്ന ഷൈനിങ് ആയിട്ടുള്ള കണ്ണുകളിൽ എന്താ പറയുന്നത്, യെസ്, അവൻ്റെ ആ തിളങ്ങുന്ന കണ്ണുകളിൽ ശൈത്താനി മീൻസ് നോട്ടിനെസ് ആണ് കേട്ടോ, വികൃതി. അവൻ്റെ വികൃതി ഭരീരത്തി ഹെ. അവൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ വികൃതി എന്നാണ് പറയുന്നത്. വ പ്രായഃ ഗീസെ നിപ്പോർക്കർ अपने मोती जैसे दांत दिखाता रहता था. पूंछ तो उसकी सुंदरता में 4 चांद लगा देती थी और यह उसके तीसरे हाथ का काम करती थी. ഇതൊക്കെ നമ്മുടെ ടോട്ടോയുടെ വിശേഷണങ്ങളാണ് ഈ പറയുന്നതൊക്കെ കേട്ടോ. എന്തൊക്കെയാ, കണ്ണിൻ്റെ പ്രത്യേകത പറഞ്ഞു, അവൻ്റെ വികൃതി ആ കണ്ണിൽ തിളങ്ങി കാണാം. പിന്നെയോ അവൻ്റെ മുത്തുപോലെ തിളങ്ങുന്ന ആ പല്ല് കാട്ടി ഇങ്ങനെ കുരങ്ങന്മാരിങ്ങനെ എന്താ പറയുക, അതിന് സ്മൈൽ ചെയ്യുമല്ലോ അല്ലേ കുരങ്ങന്മാർ, അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. പിന്നെ അവൻ്റെ വാലിൻ്റെ ബ്യൂട്ടിയാണ് പറയുന്നത്. എന്താ പറയുക, കൂടുതൽ
കൂടുതൽ അവൻ്റെ വാൽ അവനെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വാല് അവന് തീസരെ ഹാത്ത് കാ കാം കർത്തിയത്, അവൻ്റെ ഒരു മൂന്നാമതുള്ള ഒരു കൈയാണ് എന്ത്, അവൻ്റെ വാലെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കണ്ണിൻ്റെ പ്രത്യേകത പറഞ്ഞു, അതുപോലെ അവൻ ചിരിക്കുമ്പോൾ അവൻ്റെ പല്ലിൻ്റെ പ്രത്യേകത പറഞ്ഞു. പിന്നെ പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? അവൻ്റെ വാലാണ്. അവൻ്റെ വാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? അത് അവൻ്റെ മൂന്നാമത്തെ ഒരു കൈയാണ് അല്ലേ. കുരങ്ങന്മാരങ്ങനെ വാലൊക്കെ ചുരുട്ടി ഓരോ സാധനങ്ങൾ എടുക്കാനും ഒക്കെ അവർ വാല് യൂസ് ചെയ്യും അല്ലേ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ओके माय डियर्स, पूंछ का उपयोग वह शाखाओं पर झूलने और ऐसे फल आदि तोड़ने के लिए करता था. ഈ വാലിൻ്റെ ഉപയോഗം അവർ ആ വാല് ചുരുട്ടി വെച്ചിട്ട് മരത്തിലിങ്ങനെ ഊഞ്ഞാലാടുകയും അതുപോലെ പഴങ്ങളൊക്കെ പറിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ജോ ഉസ്കെ ഹാത്തോക്കെ പകട് സെ ദൂർ ഹോത്തെ, കൈയോട് പറിക്കാൻ ദൂരത്തുള്ളതൊക്കെ അവർ വാലുകൊണ്ടാണ് പറിച്ചിരുന്നതെന്നാണ് പറിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. ओके माय डियर्स, नेक्स्ट वन. जब दादाजी किसी भी नए प्राणी को घर लाते तो दादी जी हमेशा गुस्सा करती थी, इसलिए हमने उसे छिपाने के लिए कॉटरी में बंद कर दिया जब तक दादी जी अच्छे मूड में न हो. അതായത് എപ്പോഴൊക്കെ നമ്മളെ ദാദാജി ഏതെങ്കിലും ഒരു പുതിയ പ്രാണിയെ കൊണ്ടുവരുമ്പോഴൊക്കെ നമ്മൾ ദാദീജി, നമ്മുടെ ഗ്രാൻഡ്മ ദേഷ്യപ്പെടും. ഓക്കെ, അപ്പോൾ ദാദീജി കാണാതെ അതിനെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി അതിനെ റൂമിൽ അടച്ചു വെച്ചു. ഓക്കെ, അടച്ചിട്ടു. ഓക്കെ, ദാദാജി നല്ല മൂഡിലിരിക്കുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ടോട്ടോനെ റൂമിൽ അടച്ചിട്ടു. कुछ घंटे के बाद दादाजी और मैं टोटो का हाल चाल जानने के लिए गए. കുറച്ച് സമയത്തിന് ശേഷം, घंटे മീൻസ് അവേഴ്സ് ആണ് കേട്ടോ, മണിക്കൂറുകൾ. ഓക്കെ, കുച്ച് घंटे के बाद, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഞാനും മീൻസ് ഹിയർ ഓദർ. ഓക്കെ, മാം ഓദർ, ഓദറും അതുപോലെ ഗ്രാൻഡ്പയും കൂടെ എന്താണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഹംനെ